BJPയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനമാണിത്. വരും ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം കാണേണ്ടവരാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ആദ്യത്തെ പത്രസമ്മേളനമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് കമ്മിറ്റി നടത്തുന്നത്. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതോടൊപ്പം തന്നെ ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ഇലക്ഷൻ ഇൻചാർജാണ്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുളയര രതീഷ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ കൺവീനറുമാണ്. അതുപോലെ തന്നെ ശ്രീ മലയങ്കി രാധാകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. ഈ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ ഇൻചാർജാണ്. ശ്രീ മണമ്പൂർ ദിലീപ്, പാർട്ടിയുടെ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അതുപോലെ വർക്കല അസംബ്ലി മണ്ഡലത്തിൻ്റെ ഇൻചാർജാണ്. അതുപോലെ മീഡിയ കാര്യങ്ങൾ നോക്കുന്ന ശ്രീ വക്കം അജിത്, അദ്ദേഹമുണ്ട്. പ്രധാന പാർട്ടിയുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സന്തോഷ്, അദ്ദേഹവും നമ്മളോടൊപ്പം. ഇപ്പോൾ ബഹുമാന്യരായിട്ടുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളെ കാണുന്നതിന് വേണ്ടി നിശ്ചയിച്ച കാര്യം, ഈ വരുന്ന 3-ാം തീയതി, ഫെബ്രുവരി മാസം 3-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്ര, അതിൻ്റെ ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ പരിപാടി എന്ന നിലയിൽ ആറ്റിങ്ങലിൽ നടക്കുകയാണ്. ആറ്റിങ്ങലിൽ രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. രാവിലെ 7:30 മണി മുതൽ വൈകുന്നേരം മഹാപദയാത്ര വരെയുള്ള ഒരു ദിവസം പൂർണ്ണമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അന്നേ ദിവസം ഈ കേരള പദയാത്രയോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേരള പദയാത്ര ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ 1,00,000 പ്രവർത്തകരെ അണിനിരത്തുന്ന ആറ്റിങ്ങൽ കണ്ട ഏറ്റവും വലിയ യാത്രകളിൽ, ജനക്കൂട്ടങ്ങളിൽ ഒന്നായിരിക്കും BJPയുടെ കേരള പദയാത്രയ്ക്ക് ഈ ഫെബ്രുവരി 3-ാം തീയതി ആറ്റിങ്ങൽ മാമം മൈതാനി മുതൽ ഇവിടെ ആലങ്കോട് വരെയുള്ള പ്രദേശങ്ങളിലായിട്ടാണ് ഈ പദയാത്ര ഉണ്ടാവുക. അപ്പോൾ മാമത്തുനിന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ആരംഭിച്ച് ആലങ്കോട് അവസാനിക്കുന്ന നിലയിലാണ് പദയാത്ര നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പദയാത്രയിൽ ഉദ്ഘാടന സഭയിൽ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ എത്തും. അതാരാണെന്നുള്ള കാര്യം 2 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉണ്ടാകും, മറ്റ് സംസ്ഥാന നേതാക്കന്മാരുണ്ടാകും, ദേശീയ പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ NDA നേതാക്കന്മാർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തുടങ്ങിയ NDA നേതാക്കന്മാരും ഈ ഫെബ്രുവരി 3-ന്റെ ആറ്റിങ്ങൽ കേരള പദയാത്ര ഉദ്ഘാടന സഭയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദയാത്രയുടെ ഭാഗമായിട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നടപ്പാക്കപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്ക് ലഭിച്ച കേന്ദ്ര പദ്ധതികൾ, അതിനെ സംബന്ധിച്ചുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ഏകദേശം 15-ൽ പരം നിശ്ചല ദൃശ്യങ്ങൾ ഈ യാത്രയ്ക്ക് കൊഴുപ്പേകുന്ന രീതിയിൽ യാത്രയോടൊപ്പം ഉണ്ടാകും. യാത്ര തുടങ്ങുന്ന സ്ഥലത്ത് മാമത്ത് ഒരു പൊതുയോഗം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആലങ്കോടും ഇതിൻ്റെ സമാപന സ്ഥലത്തും പൊതുയോഗം ഉണ്ടാകും. ഈ വരുന്ന ജനക്കൂട്ടം മുഴുവൻ ഈ പദയാത്രയിൽ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കുടുംബസമേതം പ്രവർത്തകർ എത്തണം എന്ന നിലയിലാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 1423 ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ കഴിഞ്ഞ ഏകദേശം 8-9 മാസക്കാലമായി ഇലക്ഷൻ ദൃഷ്ടിയിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ഈ ഓഫീസ് പാർലമെൻറ്റ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൻ്റെ ഓഫീസാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ മറ്റൊരു ഓഫീസ് ആറ്റിങ്ങൽ മാർക്കറ്റിനടുത്ത് ഒരു ഓഫീസ് എടുത്ത് ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടത്തി വരികയുമാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലെയും പ്രവർത്തനം സജീവമാക്കാൻ പാർട്ടിയുടെ 92 ഏരിയ കമ്മിറ്റികൾ ആറ്റിങ്ങൽ പാർലമെൻറ്റിലുണ്ട്. ഈ 92 ഏരിയ കമ്മിറ്റികളുടെ പ്രവർത്തനവും സജീവമായി കഴിഞ്ഞു.
BJP-യുടെ ശ്രീ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ഈ തിരുവനന്തപുരത്തെ 11 റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തിയ റെയിൽ ജനസഭ ഒരു ചരിത്ര സംഭവമായിട്ട് മാറി ഏകദേശം 2000-ഓളം ആൾക്കാർ നിവേദനങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് ആ റെയിൽ ജനസഭയിൽ ശ്രീ വി മുരളീധരൻ്റെയും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും കാണാൻ തയ്യാറാവുകയും ആ നിവേദനങ്ങൾ ഏറ്റുവാങ്ങി 3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 73 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാൻ ശ്രീ വി മുരളീധരന് സാധിച്ചു. അതുപോലെ തന്നെ 4 ജോബ് ഫെയറുകൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് 4 ജോബ് ഫെയറുകൾ ശ്രീ വി മുരളീധരൻ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തുകയുണ്ടായി. ആ ജോബ് ഫെയറുകളിലായിട്ട് 22,000-ഓളം യുവാക്കൾ പങ്കെടുത്തു. ഏകദേശം 8,000-നും 9,000-നും ഇടയിൽ യുവാക്കൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ജോലികൾ ലഭ്യമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കണക്ക്. അതുപോലെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനകീയ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതിന് കഴിഞ്ഞ 7-8 മാസക്കാലമായിട്ട് ശ്രീ വി മുരളീധരൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം ആറ്റിങ്ങൽ ഓഫീസ് കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കാൻ വേണ്ടിയുള്ള സംവിധാനം ശ്രീ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഒരു MP ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടുത്തെ ജയിച്ചുപോയ MP-യെ കാണണമെങ്കിൽ അടൂരോ പത്തനംതിട്ടയിലോ ഡൽഹിയിലോ പോകേണ്ട അവസ്ഥയാണ്. ഈ ആറ്റിങ്ങൽ ഇന്ന് അനാഥമാണ്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ 3-4 ദശാബ്ദക്കാലമായിട്ട് ആറ്റിങ്ങലിൻ്റെ MP ആയിട്ട് ജയിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇതൊരു വികസനം കയറാൻ മൂലയായിട്ട് ആറ്റിങ്ങലിനെ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വികസനം കയറാൻ മൂലയായിട്ട് അധപ്പതിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് UDF-ൻ്റെ MP ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യത്തിലും ഇവിടെ നിന്ന് ജയിച്ചിട്ടില്ലെങ്കിലും ഈ നാടിൻ്റെ തിരുവനന്തപുരത്തിൻ്റെയും ആറ്റിങ്ങലിൻ്റെയും ഒരു ജനകീയ MP ആയിട്ട് ശ്രീ വി മുരളീധരന് മാറാൻ സാധിച്ചു എന്നുള്ളത് BJP ഈ മേഖല കേന്ദ്രീകരിച്ച് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് സംഘടനാ ദൃഷ്ടിയിൽ ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലികളിലും അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. LDF-ഉം UDF-ഉമായിട്ട് ഒപ്പത്തിനൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന, അല്പപ്പോലും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം ആറ്റിങ്ങലിൽ രൂപീകരിക്കുന്നതിൽ BJP-യുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കഴിഞ്ഞ നിരന്തരമായിട്ടുള്ള അക്ഷീണ പരിശ്രമം കൊണ്ട് ഇതിനോടകം സാധിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എല്ലാവിധ കലവറയില്ലാത്ത പിന്തുണ, ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ എല്ലാം ഉണ്ടാകണമെന്നും ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളും ക്രിയാത്മകമായിട്ടുള്ള പിന്തുണയും BJP സ്വാഗതം ചെയ്യുകയാണ്. അത്തരത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പാർട്ടി ഇലക്ഷൻ ഇൻചാർജ് എന്ന നിലയിൽ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1000 പുതിയ പ്രവർത്തകർക്ക്, പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി ഈ കേരള പദയാത്രയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. എല്ലാ മണ്ഡലത്തിൽ നിന്നുമായിട്ട് ഇപ്പോൾ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1000 പേർക്ക് ആ ഒരൊറ്റ പരിപാടിയിൽ വെച്ച് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനായിട്ട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ ആ ഈ യോഗത്തിലെത്തി മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഏരിയ മണ്ഡലം അടിസ്ഥാനത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമുണ്ട്. ഇപ്പോഴ് നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം അദ്ദേഹം ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 8 മണിയോടുകൂടി ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ തൊഴും. അതിനുശേഷം ശിവഗിരി സന്യാസിമാരുമായിട്ട് കാണും. കഴിയുമെങ്കിൽ അവിടെ നിന്ന് പ്രാതൽ അവിടെ കഴിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചന. അത് കഴിഞ്ഞ് ഒരു പത്രസമ്മേളനം, ആറ്റിങ്ങലിലൊരു പത്രസമ്മേളനം ഉണ്ടാവും. സംസ്ഥാന അധ്യക്ഷൻ്റെ പത്രസമ്മേളനം ആറ്റിങ്ങൽ ഉണ്ടാവും. 11-11:30 നടത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള ചില സമുദായ സംഘടനകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു പള്ളിയിൽ സന്ദർശനമുണ്ടാകും. പ്രമുഖ വ്യക്തികളായിട്ടുള്ള 1-2 പേരെ കാണുന്നുണ്ട്. ഈ രീതിയിൽ ഈ റാലി, നമ്മുടെ പദയാത്ര ആരംഭിക്കുന്നത് മുമ്പ് വരെ
ഇത്തരത്തിൽ ചില പരിപാടികളുമായിട്ട് രാവിലെ 7:30 മുതൽ സംസ്ഥാന അധ്യക്ഷൻ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഉണ്ടാകും.